കുഴിയാനെ കാണാൻ പോയിട്ട് ഞങ്ങൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടായിരുന്നു. അത് അതേപോലെ ഞാൻ പകർത്തിയിട്ടുണ്ട്. സോ വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് നമ്മൾ ചെറിയ ചെറിയ പ്രാണികളുടെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പോവുകയാണ്. ഈ ഒരു ലെൻസ് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സമ്പാദിച്ച പൈസയും കൊണ്ട് വാങ്ങിച്ച ഒരു ലെൻസാണ്. ഇത് ഏതാണ്ട് 3-4 വർഷമായി കാണും വാങ്ങിച്ചിട്ട്. നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി പാഷൻ ആയതുകൊണ്ട് ഇതുപോലത്തെ ഐറ്റംസൊക്കെ വാങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയ ചെറിയ പ്രാണികളുടെ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പോവാണ്. നോർമൽ ക്യാമറയിൽ ഫോട്ടോസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഫോക്കസ് ഇഷ്യൂ വരുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെൻസ് മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ട് ഫോക്കസ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് എടുക്കാം. ഇത് കണ്ടോ, ഇത് നോർമൽ ക്യാമറയിലാണ്. ഇനി നമുക്ക് ലെൻസ് ഇട്ടിട്ട് 1-2 പിക്ചേഴ്സ് എടുത്ത് നോക്കാം. ആ ഒരു വയലറ്റ് പൂവിൻ്റെ മുകളിൽ ഉറുമ്പോ മറ്റോ ഉണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം വൃത്തിയായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് നോക്കിക്കേ. കണ്ടില്ലേ, കുറച്ചുകൂടെ അടുത്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കിട്ടും. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എല്ലാ ഫോട്ടോസും എഡിറ്റ് ചെയ്തിട്ട് ഉള്ള വേർഷൻ കാണിച്ചു തരാമേ. അപ്പോൾ നമുക്ക് കുഴിയാനെ പിടിക്കാൻ വേണ്ടി പോവാം. കുഴിയാനയുടെ കുഴിയാണ് ഈ കാണുന്നത്. നമ്മൾ ലെൻസൊക്കെ കൈ വെച്ചിട്ടുണ്ട്. ഇതിനെ പിടിച്ച ഉടനെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ തയ്യാറായിരിക്കുകയാണ്. ഒരു ഉറുമ്പിനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ആ കുഴിയാന ഇങ്ങനെ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ ചെറുതായിട്ട് മണ്ണിന് അനക്കം കണ്ടോ? അത് ഉറുമ്പ് കിടന്ന് പിടയുന്നത് കൊണ്ടല്ല, അതിനകത്ത് കുഴിയാനയുണ്ട്. ഈ കുഴിയാന എന്ന് പറയുന്നത് തുമ്പിയുടെ ചെറിയ വേർഷനാണ്. അതായത് ഈ കുഴിയാനയാണ് പിന്നീട് തുമ്പിയായി മാറുന്നത് എന്നാണ് പറയുന്നത്. കുഴിയാന വന്നിട്ടുണ്ട്, അതേ കണ്ടില്ലേ. ആ കുഴിയാന ഉറുമ്പിനെ തിന്നാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഈ സംഭവം ഉണ്ടല്ലോ, അതായത് കുഴിയാന, നമ്മളത് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. കാരണം അതിനെ പിടിക്കാൻ പോയിട്ട് ഇത്ര നേരമായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതേ കണ്ടില്ലേ, അത് അകത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ടെന്നല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോലിട്ടിട്ട് അതിനെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് വരുന്നുണ്ടായിരുന്നില്ല. ആ കുഴിയാന വീണ്ടും കുഴി ഒഴിച്ച് ഉള്ളിലേക്ക് പോവുകയാണ്. നല്ല ബുദ്ധി ഉണ്ട് എന്തായാലും കുഴിയാനയ്ക്ക്. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അതിനെ പിടിക്കാൻ കിട്ടിയില്ല. അപ്പം നമ്മൾ വേറെ കുറച്ച് പ്രാണികളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്നത് മണിത്തക്കാളിയുടെ ചെടിയിലിരിക്കുന്ന ഒരു ജീവിയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതാണ് മണിത്തക്കാളി. ഇത് ഔഷധ ഗുണമുള്ളൊരു സാധനമാണ്. പിന്നെ ഇത് താമര പോലെ ഇരിക്കുന്ന വേറൊരു ചെടി, ആ ഒരു വയലറ്റ് പൂവിൻ്റെ ചെടിയാണ് കേട്ടോ. അത് കുറച്ച് ഫോട്ടോസ് ഞാനിനി കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞാൻ എടുത്ത ഫോട്ടോസ്. ഇതെല്ലാം ലൈറ്റ് റൂം പ്രീസെറ്റിലിട്ട് എഡിറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് പ്രീസെറ്റ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി വ്ളോഗ്സ് വരുന്നതാണ്. ബൈ.